ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കറിയാമല്ലോ ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ്, ഇന്നലത്തെ പ്രത്യേകത എന്താണ് എന്നുള്ളത് പലർക്കും അറിയുന്നൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇന്നലെ ആ ഒരു കർക്കിടകത്തിലെ വാവുബലി പലരും ചെയ്തിട്ടുണ്ടാവും എന്ന് തന്നെ വിചാരിക്കുന്നു. ഇന്ന് കറുത്ത വാവാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ മാസങ്ങളിലും അമാവാസി ഉണ്ടാവുന്നുണ്ട്, ഈ ഒരു കറുത്ത വാവ് ഉണ്ടാവുന്നുണ്ട്. പക്ഷേ കർക്കിടകത്തിലെ ആ ഒരു വാവിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം, വർഷത്തിലെ ഒരു ആദ്യത്തെ 6 മാസക്കാലം എന്ന് പറയുന്ന, അതായത് ഉത്തരായനം, അത് ദേവന്മാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നീട് വരുന്ന 6 മാസക്കാലം എന്ന് പറയുന്നത് പിതൃക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ ആ ഒരു ദക്ഷിണായനത്തിലെ ആദ്യത്തെ ഒരു കർക്കിടകവാവാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരുപാട് ഇമ്പോർട്ടൻസ് ഈ ഒരു വാവിനുണ്ട് എന്നുള്ളതാണ്. കർക്കിടകം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തുലാമാസത്തിലെ വാവിനാണ് അടുത്ത കൂടുതലായിട്ടൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് നമ്മൾ കരുതപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു ദക്ഷിണായനം മുതൽ ഇങ്ങോട്ട് നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്നേഹബന്ധത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വരാനായിട്ട് പോകുന്നത്. നിങ്ങൾ ഇമോഷണലി അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് മാനസികമായിട്ടൊക്കെ തകർന്നിരിക്കുന്ന ഒരു വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഡ്രാസ്റ്റിക് ചേഞ്ചസ് ഉണ്ടാവുമോ, എന്തായിരിക്കും നിങ്ങളുടെ ഇനി അങ്ങോട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഭാവി എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇതിന് മുൻപുള്ള ചില വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് പലവിധ കാര്യങ്ങളിലും പ്രതിസന്ധികൾ നേരിടാം. അതായത് ഇപ്പോൾ നമ്മളുടെ റിലേഷൻഷിപ്പിലായിരിക്കാം, അല്ലെങ്കിൽ ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങളിലായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു വെല്ലുവിളി നേരിടേണ്ടതായിട്ട് വരാം. അപ്പോൾ ഒരുപാട് ചാലഞ്ചസ് നമ്മുടെ ലൈഫിലുണ്ടാവും. പക്ഷേ പല ചാലഞ്ചിൽ നിന്നും നമ്മൾ രക്ഷപ്പെട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഈശ്വരാനുഗ്രഹം നമുക്ക് കൂടിയേ തീരൂ. അപ്പോൾ ആ ഒരു ഈശ്വരാനുഗ്രഹത്തിൻ്റെ ഒപ്പം തന്നെ നമ്മൾക്ക് പല തരത്തിലുള്ളൊരു അനുഗ്രഹം അല്ലെങ്കിൽ ആ ഗുരുത്വം എന്ന് പറയുന്ന കാര്യങ്ങളും കൂടി വേണം. അത് നമ്മുടെ മാതാപിതാക്കളുടെ അല്ലെങ്കിൽ നമ്മളുടെ വേണ്ടപ്പെട്ടവരുടെ, മുതിർന്നവരുടെ, പിതൃക്കളുടെ എല്ലാത്തിനും ഒരേപോലെ പ്രാധാന്യമുണ്ട്. അപ്പോൾ ആ ഒരു പിതൃക്കളുടെ പ്രീതി എന്ന് പറയുന്നതും അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൻ്റെ, ചിലപ്പോൾ നമ്മൾ റീഡിങ്ങിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചില വ്യക്തികളുടേതായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കില്ല അവിടെ മുൻകൂട്ടി കാണുന്നത്. കാരണം അവരെക്കാൾ ഉപരിയായിട്ട് ആ ഒരു വ്യക്തി അനുഭവിക്കുന്ന കൂടുതൽ പ്രതിസന്ധികൾക്കും കാരണം എന്ന് പറയുന്നത് അവർക്ക് ചില വ്യക്തികളിൽ നിന്ന് കിട്ടിയ ഒരു ശാപം അല്ലെങ്കിൽ എന്താ പറയുക, പിതൃക്കളുടേതായിട്ടുള്ള ഒരു അപ്രീതി, ഇങ്ങനെയുള്ള കാര്യങ്ങളുള്ളത് കൊണ്ട് തന്നെ ജീവിതത്തിന് ഒരു ഉയർച്ചയില്ലാതെ കെട്ടുപോകുന്ന ചില വ്യക്തികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജീവിച്ചിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കളെ പോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന വ്യക്തികളാണ് നമ്മളുടെ മൺമറഞ്ഞു പോയിട്ടുള്ള പൂർവികരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങളും അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ഇപ്പോൾ എല്ലാ മതവിഭാഗങ്ങളിലും ഉണ്ടെങ്കിലും അത് നമ്മൾ വളരെ ശ്രദ്ധാപൂർവം അതിന് കൊടുക്കേണ്ടുന്ന ഒരു പ്രാധാന്യം കൊടുത്ത് തന്നെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ ലൈഫ് വലിയ തട്ടുമുട്ടൊന്നും കൂടാതെ അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് കൂടിയേ തീരുള്ളൂ. അപ്പോൾ ഓക്കെ, നമ്മളിനിയിപ്പോൾ നമ്മളുടെ ആ ഒരു റീഡിങ്ങിലേക്ക് തന്നെ വരാം. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി മാത്രം എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിക്കാതെ വിട്ടുകളയുക. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർക്കുക. വളരെ പോസിറ്റീവായിട്ട് ഈ ഒരു വീഡിയോയുമായിട്ട് കണക്റ്റ് ആവുക. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ നമുക്ക് ഇന്ന് വന്നിരിക്കുന്ന സ്പ്രെഡ് ഇതാണ്. അപ്പോൾ നമ്മുടെ ആ ഒരു ഒറാക്കിൾസ് എന്ത് പറയുന്നു എന്നുള്ളതിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമുക്കിവിടെ കൂടുതലും വിസിബിളായിട്ട് വന്നിരിക്കുന്ന ആ ഒരു എനർജീസ് എന്ന് പറയുന്നത് ആ ഒരു എയർ സയൻസ് തന്നെയാണ്. അതായത് ജെമിനി, ലിബ്ര ആൻഡ് അക്വേറിയസ്. നമ്മൾ മലയാളത്തിലാണെന്നുണ്ടെങ്കിൽ മിഥുനം രാശി, തുലാം രാശി, അതുപോലെ തന്നെ കുംഭം രാശി. അപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന ആ ഒരു എനർജീസാണ് വളരെ സ്ട്രോങ് ആയിട്ട് ഇവിടെ നിലനിൽക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് മറ്റുള്ള ആർക്കും ഇത് റെസനേറ്റ് ആവില്ല എന്നല്ല. അപ്പോൾ ഇതിനകത്ത് അത്രയും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് ഈ പറഞ്ഞ എയർ സൈൻസ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഒറാക്കിൾസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 3 കാർഡ്സാണ് അവിടെ കിട്ടിയിരിക്കുന്നത്. അതിലൊന്ന് ഇന്നർ പീസ് എന്നുള്ള കാർഡാണ്. പിന്നീട് വന്നിരിക്കുന്നത് ആ ഒരു ഫുൾഫിൽമെൻറ്റ് ആൻഡ് ലാസ്റ്റ് വന്നിരിക്കുന്നത് ന്യൂ ബിഗിനിങ്സ് എന്നുള്ളൊരു കാർഡാണ്. അപ്പോൾ ഏകദേശം പേര് കേൾക്കുമ്പോൾ തന്നെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഒരുപാട് കാലങ്ങളായിട്ട് മാനസികമായ പിരിമുറുക്കം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സമാധാനമില്ലാത്ത അന്തരീക്ഷത്തിലൂടെയാണ് നിങ്ങൾ ജീവിച്ചു പോരുന്നതെങ്കിൽ അതിനൊരു സ്വസ്ഥത, അല്ലെങ്കിൽ ഇവിടെ വന്നിരിക്കുന്നത് പോലെ തന്നെ ആ ഒരു ഇന്നർ പീസ്, മനസമാധാനം ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് നിങ്ങൾക്കിനി വരാനായിട്ട് പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു മാനസിക സംഘർഷം അല്ലെങ്കിൽ ഇമോഷണലി സാഡായിട്ടിരിക്കുന്ന അവസ്ഥ എല്ലാത്തിനും ഒരു നല്ല ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഫുൾഫിൽമെൻറ്റ്, അതായത് ചില വ്യക്തികൾക്ക്
അവരാഗ്രഹിച്ച അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ എന്താണ് ഒരു പൂർണ്ണത നേടിക്കൊടുക്കുന്നത് എന്ന് സ്വന്തമായിട്ട് കരുതുന്നോ ആ ഒരു കാര്യമാണ് അവരുടെ ലൈഫിലേക്ക് തിരിച്ചു വരാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ ആ ഒരു ന്യൂ ബിഗിനിങ്സ് എന്ന് പറയുമ്പോൾ പുതിയ തുടക്കമാണ്. അപ്പോൾ നഷ്ടപ്പെട്ടതിൽ നിന്നുള്ള പുതിയ തുടക്കമാവാം, അല്ലെങ്കിൽ എല്ലാം അവസാനിച്ചു എന്ന് കരുതിയെടുത്ത് നിന്നുള്ള പുതിയ തുടക്കമാവാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും മനസ്സമാധാനം തിരിച്ചു കിട്ടി നമ്മുടെ ജീവിതം തിരിച്ചു പിടിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം, ഒരുപാട് നാളുകളായിട്ടുള്ള ആഗ്രഹമായിരിക്കാം, ഒരുപാട് നാളുകളായിട്ടുള്ള സഫറിങ്സ് ആയിരിക്കാം. അപ്പോൾ എല്ലാ കഷ്ടങ്ങളും മാറി ഒരു മനസ്സമാധാനം തിരിച്ചു കിട്ടുന്ന, ഒരു പൂർണ്ണത ലഭിക്കുന്ന ഒരു സമയമാണ് വരാനായിട്ട് പോകുന്നത് എന്നാണ് നമുക്ക് ഈ കാർഡ്സ് പറഞ്ഞു തരുന്നത്. അപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നിട്ടുള്ളത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും. അതായത് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല നിങ്ങളിലേക്ക് ഇങ്ങനെ ഒരു വ്യക്തി കടന്നു വരും, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം മാറി മറിയും എന്നുള്ള ഒരു പ്രതീക്ഷയും ഇല്ലാതിരിക്കുന്ന ഒരു സമയത്ത്, ആ ഒരു കാലഘട്ടത്തിൽ നിങ്ങളെ അന്വേഷിച്ച് ഇങ്ങോട്ട് വന്ന ഒരു ബന്ധമായിരിക്കാം ഇത്. അതുപോലെ തന്നെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് നിങ്ങൾ ഒരുപാട് സഫർ ചെയ്തിട്ടുണ്ട്. ആ ഒരു സഫറിങ്സ് മുഴുവൻ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയിട്ടുള്ളത് മാനസികമായിട്ടായിരിക്കും. ഇപ്പോൾ ശാരീരികമായിട്ട് നിങ്ങളുടെ ഒരു മാനസിക ബുദ്ധിമുട്ടിനെ തുടർന്ന് ഒരുപാട് രോഗങ്ങളോ കാര്യങ്ങളോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ കൂടിയും അത്രയധികം നിങ്ങൾ മാനസികമായിട്ട് പിരിമുറുക്കം അനുഭവിച്ച, ഒരുപാട് ടെൻഷൻ അനുഭവിച്ച, ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളെക്കാൾ കൂടുതലായിട്ട് നിങ്ങൾ ആലോചിച്ച് കൂട്ടിയിട്ടുണ്ടാവുന്നത് നിങ്ങളുടെ ഫ്യൂച്ചറിനെ കുറിച്ചായിരിക്കും. എന്തായിരിക്കും ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഭാവി എന്നുള്ളത് ആലോചിച്ചായിരിക്കാം നിങ്ങൾ തലമുണ്ടാക്കിയിട്ടുള്ളത്. അത്രയധികം ഒരു സ്ട്രെസ്സ് നിങ്ങൾ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മാനസിക ബുദ്ധിമുട്ടുകൾ കാരണം നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് ഉപേക്ഷിക്കണം എന്ന് മനസ്സുകൊണ്ട് ഒരുപാട് തവണ കരുതിയിട്ടുണ്ടാവാം. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിട്ടല്ല എങ്കിൽ കൂടിയും ഈ ഒരു പെയിൻ സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇതിൽ നിന്നൊന്ന് പുറത്ത് കടക്കാനായിട്ട് സാധിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇതൊന്ന് മറന്നുപോയിരുന്നെങ്കിൽ, ആ ഒരു രീതിയിലൊക്കെ നിങ്ങൾ ചിന്തിച്ച് മുന്നോട്ട് പോയിട്ടുണ്ടാവാം. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും നിങ്ങൾക്ക് ഇതിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ഏതോ ഒരു ശക്തി നിങ്ങളെ വീണ്ടും ഇതിനകത്ത് കൊണ്ടുവന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോകാനോ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണെ മറന്നു പോകാനോ ഇങ്ങനെയൊന്നും സാധിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ പോലും വിചാരിക്കുന്നുണ്ടാവും, എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ വരുന്നത്? ഞാനായിട്ട് മനസ്സുകൊണ്ടൊരു തീരുമാനം എടുത്തിട്ട് പോലും എനിക്ക് എന്താണ് ഇത് വിട്ടു പോകാനായിട്ട് സാധിക്കാത്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് എപ്പോഴും ഈ ഒരു പേഴ്സൻ്റെ ഓർമ്മകൾ വന്നുകൊണ്ടിരിക്കുന്നു? അത്രയധികം നിങ്ങളെ ഇതിനകത്ത് നിങ്ങളുടെ ഒരു എനർജി അല്ലാതെ മറ്റേതൊരു ഫോഴ്സ് ഇതിനകത്ത് പിടിച്ചു നിർത്തിയിരിക്കുന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ നിങ്ങളും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയും, നിങ്ങൾ രണ്ട് പേരും ഫിസിക്കലി രണ്ട് വ്യക്തികളാണെന്നുണ്ടെങ്കിൽ കൂടിയും നിങ്ങൾക്ക് ഉണ്ടാവുന്ന അനുഭവങ്ങൾ തീർച്ചയായിട്ടും ഒരേപോലെയാണ്. ആ ഒരു സിമിലാരിറ്റി, ആ ഒരു രീതിയിലാണ് നിങ്ങളുടെ അനുഭവങ്ങൾ വരിക. കാരണം ചിലപ്പോൾ രണ്ടു പേർക്കും ഉണ്ടാകുന്ന അനുഭവങ്ങൾ ഒരേ സമയമായിരിക്കില്ല. പക്ഷേ തീർച്ചയായിട്ടും കാലക്രമേണ ഒരാൾ അനുഭവിച്ച കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരാൾ എന്തിനാണോ കൂടുതലൊരു സ്ട്രെസ്സ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നതോ അത് കാലക്രമേണ മറ്റൊരാളിലേക്കും വരുന്നു എന്നുള്ളതാണ്. ആ ഒരു പകർച്ച നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്നും എത്ര ദൂരത്താണെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ലാത്തൊരവസ്ഥയായിരിക്കാം, പരസ്പരം എവിടെയാണെന്ന് പോലും രണ്ടുപേർക്കും അറിയാത്ത ഒരു കാലഘട്ടത്തിലൂടെ നിങ്ങൾ പോയിട്ടുണ്ടാവാം. എങ്കിൽ പോലും ഏതൊക്കെയോ കാര്യങ്ങളിൽ നിങ്ങൾ കണക്റ്റഡ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലായ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ആ ഒരു അകൽച്ച, അത് ചിലപ്പോൾ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു അകൽച്ചയായിരിക്കാം, അല്ലെങ്കിൽ പഴയതുപോലെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നില്ല എന്നുള്ളൊരു മാറ്റമായിരിക്കാം. അപ്പോൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ആ ഒരു അകൽച്ച, അതിൽ നിന്നുണ്ടായിട്ടുള്ള വേദന, നിങ്ങളുടെ ആ ഒരു പെയിൻ ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരുന്നു എന്നുള്ളതാണ്. നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ ഡയറക്റ്റ് ഒരു കമ്മ്യൂണിക്കേഷനോ കാര്യങ്ങളോ ഇല്ലെങ്കിൽ പോലും നിങ്ങളുടെ ഒരു പെയിൻ മനസ്സിലാക്കാനായിട്ട് ആ ഒരു വ്യക്തിക്ക് സാധിച്ചിരുന്നു. അപ്പോൾ നിങ്ങളവിടെ വിഷമിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്, അവരെ പിരിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് സഹിക്കാനാവില്ല എന്നറിഞ്ഞിട്ടും ഈ ഒരു പേഴ്സൺ സൈലൻ്റ് ആയിട്ടിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കേണ്ടുന്ന ഒരു നിസ്സഹായാവസ്ഥയിലൂടെയാണ് ആ ഒരു വ്യക്തി അപ്പോൾ സഞ്ചരിച്ചിരുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ ഇത്തരത്തിലുള്ള കാര്യമാണോ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കുക. അതായത് നിങ്ങൾ തമ്മിൽ പിരിയേണ്ടതായിട്ട് വന്നിട്ടുള്ളത് ഏതെങ്കിലും നിർബന്ധിതമായിട്ടുള്ള സാഹചര്യം കൊണ്ടാണോ, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ആക്ഷൻ എടുക്കാൻ സാധിക്കാതിരുന്നത് അവരുടെ ആ ഒരു നിസ്സഹായാവസ്ഥ കൊണ്ടാണോ, അതിനകത്ത് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ, അതായത് അവരതിനകത്ത് മുന്നിട്ട് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിനെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ടാണോ അവർ സൈലൻ്റ് ആയിട്ട് ഇരുന്നത് എന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്, നിങ്ങൾ ഒരുപാട് വേദനിച്ചിരുന്ന ആ ഒരു സമയത്ത് തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയും വേദനിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ മാനസികമായിട്ട് ഒരുപാട് തളർന്നിരുന്നൊരു സമയം തന്നെയാണ്.
ഇവരില്ല അല്ലെങ്കിൽ ഇവരിനി നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ടുണ്ടാവില്ലേ എന്ന് വിചാരിച്ച് നിങ്ങൾ ഒരുപാട് തളർന്നു പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ അപ്പോൾ ഒരു സിറ്റുവേഷനകത്ത് ട്രാപ്ഡ് ആയിരുന്നു. അവർക്ക് അതിൽ നിന്ന് പുറത്ത് കിടക്കാനായിട്ട് കഴിഞ്ഞിരുന്നില്ല. അവർ അതിനെക്കുറിച്ച് ഓർത്താണ് അവർ കൂടുതലായിട്ട് ആ ഒരു സമയത്ത് വേദനിച്ചിരുന്നത്. ഇപ്പം നമ്മൾ അതിൻ്റെ ഒരു ഫസ്റ്റ് റോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം അതിനകത്തുള്ള മിക്ക കാർഡ്സിൻ്റെയും ഇമേജസ് എന്ന് പറയുന്നതും വളരെ നിസ്സഹായ അവസ്ഥയിലിരിക്കുന്ന ഒരു ഇമേജസ് ആണ്. അത് മാത്രമല്ല എല്ലാ ആ ഒരു ഇമേജിൽ നമുക്ക് കാണാം ആകാശത്തേക്ക് നോക്കി ഉറക്കെ കരയുന്ന അല്ലെങ്കിൽ ഉച്ചത്തിൽ നിലവിളിക്കുന്ന ആ ഒരു ടൈപ്പാണ് അതിനകത്ത് വന്നിരിക്കുന്ന എല്ലാ ഇമേജസും. സോ നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ പേഴ്സണും ഈ ഒരു സാഹചര്യം എങ്ങനെ മറികടക്കണം എന്നറിയില്ലായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ആരുമില്ലായിരുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് അറിയുന്ന വ്യക്തികൾ തന്നെ ആയിരിക്കാം നിങ്ങളുടെ ശത്രുക്കളുടെ സ്ഥാനത്ത് വന്നിട്ടുണ്ടാവുക, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മാക്സിമം മോശമായിട്ട് പോകാനുള്ള ഒരവസ്ഥ ഉണ്ടാക്കിയത് ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് നല്ല ചിരിച്ച മുഖമായിട്ട് നിന്നിരുന്ന വ്യക്തികൾക്ക് തന്നെ ആയിരിക്കാം ഏറ്റവും കൂടുതൽ ഒരു റോൾ ഇതിനകത്ത് ഉണ്ടാവുക. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ആ ഒരു യൂണിവേഴ്സിനോട് അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയോട് ഒരുപാട് അപേക്ഷിച്ചിട്ടുണ്ട് ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾക്കൊരു മോചനം തരണേ എന്നുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും ഒരുപാട് നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ചില റീഡിങ് നമ്മൾ എടുക്കുമ്പോൾ ആദ്യം വലിയ ഒരു മാറ്റമൊന്നും ഇല്ലാതെ നിന്നൊരു വ്യക്തിക്ക് പിന്നീട് ഒരു ചേഞ്ച് വരുന്നതായിട്ടൊക്കെയാണ് നമ്മൾ കാണുന്നത്. അത് പല റീഡിങ്ങിനനുസരിച്ച് പല രീതിയിൽ വരാറുണ്ട്. എങ്കിലും ഇവിടെ എന്ന് പറയുമ്പോൾ നിങ്ങൾ വേദനിച്ചപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു തരത്തിൽ ഒരു പെയിനിലൂടെ പോയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. ഒരിക്കലും നിങ്ങൾ വേദനിച്ച് സങ്കടപ്പെട്ട് കരയുന്ന ഒരു സമയത്ത് ചിരിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ജീവിതം ആഘോഷമാക്കിയ ഒരു വ്യക്തിയെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്ത് കിടക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് പോലും നിങ്ങൾക്ക് അതിന് കഴിയാതിരുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഇതാണ്. കാരണം നിങ്ങൾ രണ്ടുപേരും അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ട് സോളും ഒരിക്കലും പിരിഞ്ഞു പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. മറ്റുള്ളവരുടെ അല്ലെങ്കിൽ നിർബന്ധിതമായിട്ടുള്ള സാഹചര്യം കൊണ്ട് ആ ഒരു അവസ്ഥ ഫേസ് ചെയ്യേണ്ടി വരുന്ന രണ്ട് വ്യക്തികൾ മാത്രമാണ് നിങ്ങൾ. ഒരിക്കലും നിങ്ങൾക്ക് താല്പര്യമില്ല പരസ്പരം സെപ്പറേറ്റ് ആയി പോകണം അല്ലെങ്കിൽ പരസ്പരം വേറെ വ്യക്തികളെ ലൈഫിലേക്ക് കൂട്ടണം എന്നൊന്നും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലുമില്ല. അപ്പോൾ രണ്ടുപേരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വേദന അനുഭവിച്ച് ആ ഒരു ശക്തിയോട് നിങ്ങൾക്കുള്ള ആ ഒരു എന്താ പറയുന്നത് നിങ്ങളുടെ അത്രയും വിഷമകരമായിട്ടുള്ളൊരു അവസ്ഥ മാറ്റിത്തരണം എന്ന് കേണപേക്ഷിച്ച് പ്രാർത്ഥിച്ചിട്ടുള്ള വ്യക്തികൾ തന്നെയാണ്. അപ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ ആ ഒരു സെപ്പറേഷനോ അല്ലെങ്കിൽ നോ കോൺടാക്ട് സിറ്റുവേഷനോ ഒക്കെ സംഭവിച്ചിട്ട് ഒരുപാട് നാളുകളായിട്ടുണ്ടാവാം. ചിലവരുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വർഷങ്ങൾ തന്നെ ആയിട്ടുണ്ടാവാം. അപ്പോൾ ഇത്രയും ഒരു നീണ്ട കാത്തിരിപ്പ് നിങ്ങളവിടെ ഇരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും ഒരിക്കലും നിങ്ങളെ നഷ്ടപ്പെടുത്തി മറ്റൊരു ലൈഫിലേക്ക് പോകാനോ മറ്റൊരാളെക്കുറിച്ച് ചിന്തിക്കാനോ നിന്നിട്ടില്ല. അവരുടെ ഒരു ഇന്നർ മൈൻഡ് എന്ന് പറയുന്നത് എപ്പോഴും നിങ്ങൾ തന്നെയാണ്. അതിൽ തന്നെയാണ് അവർ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് അറിയാവുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അവർ പോലും ചിലപ്പോൾ നിങ്ങൾ അഡ്വൈസ് ചെയ്തിട്ടുണ്ടാവാം, എന്തിനാണ് ഇത്രയും നാളുകളായിട്ട് ഈ ഒരു വ്യക്തിക്ക് വേണ്ടി ഇനിയും വെയിറ്റ് ചെയ്യുന്നത്, ഇനിയെങ്കിലും ഇതിൽ നിന്ന് മാറിപ്പോയിക്കൂടെ, അല്ലെങ്കിൽ അവരിനി വരാനായിട്ട് പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് മനസ്സ് മടുപ്പിക്കുന്ന അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങളുടെ ചെറിയ എന്തെങ്കിലും പ്രതീക്ഷകൾ പോലും മറ്റുള്ളവരായിട്ട് തകർത്തിട്ടുണ്ടാവാം. പക്ഷെ എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു മൈൻഡ് കൊണ്ട് നിങ്ങൾ ചിന്തിച്ചിട്ട് പോലും നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഇറങ്ങിപ്പോകാനായിട്ട് സാധിക്കുന്നില്ല. കാരണം നിങ്ങളുടെ രണ്ടുപേരുടെയും സോൾ അത്രത്തോളം ക്രേവ് ചെയ്യാണ് പരസ്പരം. അപ്പോൾ ഇവിടെ ഈ ഒരു വ്യക്തിയുടെ അസാന്നിധ്യത്തിൽ നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ ആ ഒരു നല്ല മൊമെൻറ്റ്സ് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയെ മനസ്സിൽ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ഇവരുടെ ഫോട്ടോ നോക്കി ചിലപ്പോൾ നിങ്ങൾ സംസാരിക്കുന്നുണ്ടാവാം. നിങ്ങൾക്ക് ഒരുപാട് വിഷമവും പെയിനും ഒക്കെ വരുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ ഇമേജ് നോക്കിയിട്ടായാലും അല്ലെങ്കിൽ അവരെ മനസ്സിലോർത്ത് മാനിഫെസ്റ്റ് ചെയ്തിട്ടായാലും ആ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തുണ്ട്, അല്ലെങ്കിൽ അവരോട് നിങ്ങളുടെ വേദനകൾ ഷെയർ ചെയ്യുന്നു എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾ സംസാരിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തിയാണെന്നുണ്ടെങ്കിലും പലപ്പോഴും നിങ്ങളെക്കുറിച്ച് മൈൻഡിൽ കൊണ്ടുവരുന്നുണ്ട്, നിങ്ങളുടെ തോട്ട്സ് കൊണ്ടുവരുന്നുണ്ടെന്നുള്ളതാണ്. അതായത് ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുന്നൊരു സമയത്ത് നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും, ഞാനിത് പറയുന്നതൊക്കെ ആ ഒരു വ്യക്തി അറിയുന്നുണ്ടോ, അല്ലെങ്കിൽ എൻ്റെ മനസ്സിൻ്റെ വേദന അവർക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടോ, ഞാനിങ്ങനെ പറയുന്നതൊക്കെ വെറുതെ ഒരു വെള്ളത്തിൽ വരച്ച വര പോലെയാണോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെ ഒരിക്കലും അല്ല. ഇവിടെ നിങ്ങൾ ഈ ഒരു പേഴ്സണെ കുറിച്ച് മനസ്സിൽ എന്തെല്ലാം ചിന്തിച്ചു, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വേദന ഷെയർ ചെയ്യാനായിട്ടാണെന്നുണ്ടെങ്കിലും അവരെ ഓർത്ത് മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യമാണെന്നുണ്ടെങ്കിലും എന്തെല്ലാം ചെയ്തിട്ടുണ്ടോ അതെല്ലാം ആ ഒരു പേഴ്സൺ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അറിയാനായിട്ട് സാധിച്ചു, അല്ലെങ്കിൽ അവർക്കത് ഫീൽ ചെയ്തിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ആ ഒരു പേഴ്സണും നിങ്ങളെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾക്കും ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്ട്രൈക്ക് മനസ്സിൽ കിട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്കും അതുപോലത്തെ ഒരു തോന്നലുണ്ടായിട്ടുണ്ടാവും, എൻ്റെ പേഴ്സൺ ഈ ഒരു സമയത്ത് എന്നെ ആഗ്രഹിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവരെന്നെ കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കുന്നൊരു സമയമാണോ ഇത്, അങ്ങനെയൊക്കെയുള്ളൊരു തോട്ട് യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവാം. അപ്പോൾ ഇത്രയേറെ പെയിൻ സഹിച്ച് നിങ്ങളിവരെ കാത്തിരുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വേദന കാണാൻ ഈ ലോകത്ത് ആരും ഇല്ലേ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ശക്തി ഇല്ലേ എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ച് വിഷമിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ളൊരു പവർ ഉണ്ട്.
അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് ആര് നിങ്ങളെ തമ്മിൽ യോജിക്കാൻ സമ്മതിക്കാതെ തടസ്സപ്പെടുത്തിയാലും അതെല്ലാം മാറ്റിവെച്ച് അവർ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരും എന്നുള്ളതാണ്. കാരണം ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വീണ്ടും വന്നതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഒരുമിച്ച് ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ രണ്ടുപേരും പരസ്പരം ഒരു സപ്പോർട്ടായിട്ട് ഇനിയും മുന്നോട്ട് പോകേണ്ടുന്ന വ്യക്തികൾ തന്നെയാണ്. ഒരിക്കലും നിങ്ങളുടെ ലൈഫിൽ ഒരു ബ്രേക്കപ്പോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ ദിസ് ഈസ് നോട്ട് ദ എൻഡ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഇതിനകത്തുള്ള ഒരു പല ഇമേജുകളിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും വട്ടമിട്ട് പറക്കുന്ന ആ ഒരു കാക്കകളെയാണ്. അല്ലെങ്കിൽ എത്ര ആട്ടിപ്പായിക്കാൻ ശ്രമിച്ചിട്ടും അത് പോകുന്നില്ല, അത് കണ്ടിന്യൂസ്ലി വന്ന് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ നിങ്ങളെ തമ്മിൽ പിരിക്കാനായിട്ട് വന്നിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിക്കോട്ടെ, തേർഡ് പാർട്ടി ആയിട്ടുള്ള വ്യക്തികളായിക്കോട്ടെ, എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും ആ ഒരു വ്യക്തികളെ തന്നെയാണ് നമുക്കിവിടെ കൂടുതലായിട്ട് കാണാനായിട്ട് സാധിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ തടസ്സം നിൽക്കണം, ഒരു ബ്രേക്കിംഗ് വരണം എന്നുള്ള രീതിയിൽ വന്നിട്ടുള്ള വ്യക്തികൾ തന്നെയാണ്. അപ്പോൾ അത് നമ്മൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിച്ച് തലമുണ്ടാക്കേണ്ട കാര്യമില്ല, നമുക്കത് വിട്ട് കളയാം. അപ്പോൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അതിനൊരു ആയുസില്ല എന്നുള്ളതാണ്. നിങ്ങളെ അത് ഒരുപാട് മാക്സിമം ടോർച്ചർ ചെയ്യാനായിട്ട് നോക്കിയിട്ടുണ്ട്, എങ്കിൽ പോലും നിങ്ങളെ അതിനൊന്നും ബ്രേക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ മാർഗമല്ല ലക്ഷ്യമാണ് പ്രധാനം എന്ന് പറയുന്നത് പോലെ ഏത് തേർഡ് പാർട്ടി വന്നു കഴിഞ്ഞാലും, അല്ലെങ്കിൽ നിങ്ങൾ എത്രത്തോളം സഫർ ചെയ്താലും, ഈ ഒരു പേഴ്സൺ എന്ത് ബുദ്ധി ഉപയോഗിച്ചിട്ടാണ് അതിൽ നിന്ന് പുറത്ത് കിടക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ തടസ്സമായിട്ട് നിന്നിരുന്ന ആ ഒരു കാര്യങ്ങൾ ഏത് വിധമാണ് ഒഴിഞ്ഞു പോകുന്നതെങ്കിലും നിങ്ങളും അവരും തമ്മിലുള്ള ആ ഒരു റീയൂണിയൻ, ആ ഒരു ലക്ഷ്യം പൂർത്തീകരിക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടത് ഏത് സാഹചര്യത്തിലാണോ അതിൻ്റെ 10 ഇരട്ടി ശക്തിയിൽ അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരും. അല്ലെങ്കിൽ അത്രയും ഒരു പാഷൻ ഫയർ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഉണ്ട്. ഒരിക്കലും ഒരാളൊന്ന് ഡൗൺ ആയി പോയിട്ട് ഒരാൾ മാത്രം ആഗ്രഹിക്കുന്ന ഒരു എനർജി അല്ല നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. രണ്ടു പേരും എത്ര ദൂരത്താണെന്നുണ്ടെങ്കിലും പരസ്പരം ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ പലപ്പോഴും ഓർത്തിരിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളാണെന്നുണ്ടെങ്കിൽ 24/7 എന്ന് പറയുന്ന പോലെ ആ ഒരു വ്യക്തി ഓർക്കുന്നുണ്ടാവാം. അവരാണെന്നുണ്ടെങ്കിൽ അവരുടെ പല പ്രവർത്തികളുടെ ഇടയിലും നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ടാവും. അത്രയും ഡീപ്പായിട്ടുള്ള രണ്ട് പേഴ്സൺസിനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഇങ്ങനെയാണോ കാര്യങ്ങളെല്ലാം സംഭവിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ നിങ്ങളുടെ വ്യക്തി എത്ര ദൂരത്താണെന്നുണ്ടെങ്കിലും ഈ ഒരു സെപ്പറേഷൻ്റെ ഒരു കാരണക്കാരവരല്ല. അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളെ പിരിയാനായിട്ട് താല്പര്യമുണ്ടായിരുന്നില്ല എന്നുള്ളൊരു സത്യം നിങ്ങൾക്കറിയാമോ എന്നുള്ളതൊന്ന് പറയാം. അപ്പോൾ ആരും നിങ്ങളുടെ കണ്ണീര് കണ്ടില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ പെയിൻ അറിഞ്ഞില്ല, മനസ്സിലാക്കിയില്ല എന്നോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമല്ല. തീർച്ചയായിട്ടും എല്ലാം കാണാനും അല്ലെങ്കിൽ എല്ലാം കേൾക്കാനും ശക്തിയുള്ളത് തന്നെയാണ് യൂണിവേഴ്സ്. ആ യൂണിവേഴ്സ് നിങ്ങളിലേക്ക് ഈ ഒരു പേഴ്സണെ കൊണ്ടെത്തിച്ചിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും വേണ്ട. അപ്പോൾ നമ്മളിവിടെ നോക്കിയ ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മാറ്റങ്ങളുടെ ഒരു കാലഘട്ടമാണ്. ഇവിടെ നമുക്ക് കിട്ടിയ ആ ഒരു ഒറാക്കിൾസ് പോലെ തന്നെ ന്യൂ ബിഗിനിങ്സ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫുൾഫിൽമെൻറ്റ്, വിഷ് ഫുൾഫിൽമെൻ്റ് എല്ലാം സാധ്യമാകുന്ന ഒരു കാലഘട്ടം തന്നെയാണ്. അപ്പോൾ നമുക്കിനി കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം. കാര്യം ചില കാര്യങ്ങളെല്ലാം നമുക്കിപ്പോഴും അവ്യക്തമായിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ ക്ലൂസിലേക്ക് പോവാം. അപ്പോൾ നമുക്കിവിടെ വന്നിരിക്കുന്ന ഫസ്റ്റ് ക്ലൂ പൂരുരുട്ടാതി നക്ഷത്രമാണ്. ഫെബ്രുവരി മന്ത്, കൊല്ലം, ലെറ്റർ എ, ഒക്ടോബർ മന്ത്, Aries zodiac sign, number 10, number 11, letter Y, number 14, June month, Leo zodiac sign, Chodi nakshatram, number 28, number 7, letter U, number 6, Kottayam district, Tiruvadira nakshatram, letter G, letter C, Taurus, Scorpio, Libra, March month, number 4, Ernakulam, Pathanamthitta, number 29, and finally letter B.
അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിന്നിവിടെ ക്ലൂസ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുടേതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, ഈ ഒരു എനർജി ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു സിറ്റുവേഷൻ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കേണ്ടതാണ് നിങ്ങളുടേതാണോ ഇല്ലയോ എന്നുള്ളത്. കാരണം ഇവിടെ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും രണ്ടുപേരും ഒരുപോലെ ആഗ്രഹിക്കുന്ന, എത്ര സെപ്പറേറ്റ് ആണെന്നുണ്ടെങ്കിലും രണ്ടുപേരും പരസ്പരം ക്രേവ് ചെയ്യുന്ന ഒരു തരത്തിലുള്ള എനർജീസാണ്. അല്ലെങ്കിൽ നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയതോ അല്ലെങ്കിൽ നിങ്ങളെ നഷ്ടപ്പെട്ടതിൽ ആ പേഴ്സണ് പ്രത്യേകിച്ച് ദുഃഖമില്ലാതിരിക്കുന്ന ഒരു വ്യക്തിയോ ഒന്നുമല്ല. ഒരുപാട് നിങ്ങളെ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ തന്നെയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്കും അതൊരു ടെലിപ്പതിക്കലി അറിയാനായിട്ടും സാധിക്കുന്നുണ്ടാവും. പിന്നെ ഇവിടെയുള്ള ക്ലൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് മാച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങളുടേതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.